പുതുജീവിതത്തിൻ്റെ വെളിച്ചവും വിജയം കൊണ്ടുള്ള ഉദയവും പ്രതീകമാകുന്ന വിശുദ്ധ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴവും ആനന്ദവും നമുക്ക് പങ്കുവയ്ക്കാം. ലത്തീൻ കത്തോലിക്ക പുനലൂർ രൂപത അധ്യക്ഷൻ അഭിവന്യ സിൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവിൻ്റെ ഈസ്റ്റർ സന്ദേശത്തിലേക്ക്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, 2025 ഈസ്റ്റർ ആഘോഷം നാം നടത്തുകയാണല്ലോ. ദൈവം മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യരോടൊപ്പം വസിക്കുകയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവവുമായിട്ടുള്ള സമാനത വകവയ്ക്കാതെ തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം താഴ്ന്ന യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുസ്മരണമാണ് നാം കൊണ്ടാടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെ ദിനമാണ്. യേശു കുരിശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ് നൽകുക. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാണല്ലോ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന ഇതാണല്ലോ, ദൈവമേ ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്നും ഉത്ഥാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ജീവനിലേക്ക് നയിക്കണമേ. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് നാം യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ കാണുന്നത്. ഈ അവസരത്തിൽ ഉത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഉത്ഥിതനായ യേശുവിനെ തന്നെ വ്യക്തിപരമായിട്ട് കണ്ടെത്തുക എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മഗ്ദലിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പം നിരാശാബോധത്തോടു കൂടെയാണ് കല്ലറയിലെ യേശുവിനെ കാണുവാനായിട്ട് പോയത്. കല്ലറയിലെ യേശുവിനെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോയ മഗ്ദലിനെ സംബന്ധിച്ചിടത്തോളം ഉത്ഥിതനായ യേശുവിനെ കണ്ടെത്തുവാൻ സാധിച്ചു. വ്യക്തിപരമായ ദൈവാന്വേഷണത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷെ തുടർന്നുള്ള സന്ദേശം വളരെ പ്രധാനമാണ്. യേശു ഉത്ഥാനാനുഭവം മഗ്ദലിനയ്ക്ക് നൽകിക്കൊണ്ട് പറയുകയാണ്, ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കുക. സന്തോഷത്തിൻ്റെ ഈ സന്ദേശം എല്ലാവരെയും അറിയിക്കുക. ആരും നിരാശരായിട്ട് കഴിയരുത്. പ്രത്യാശയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഏവരോടും ഈ സന്ദേശം അറിയിക്കുക, ഞാൻ ഉത്ഥാനം ചെയ്തു എന്ന്. യേശുവിൻ്റെ ആ ഉത്ഥാന രഹസ്യം യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ തുടർന്ന് അറിയുന്നു, അല്ലെങ്കിൽ ആ രഹസ്യത്തിൽ പങ്കെടുക്കുകയാണ്. യേശുവിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ ആ ഒരു സന്ദർഭം വളരെ നമുക്ക് ആവേശം നൽകുന്നതാണ്. യേശു മഗ്ദലിനയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നു, വീണ്ടും പല സന്ദർഭങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രത്യക്ഷപ്പെടലൊക്കെ ഒരു വ്യക്തിയിലല്ല, മറിച്ച് സമൂഹത്തിലാണ്. ശിഷ്യന്മാരുടെ മധ്യയാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, ശിഷ്യന്മാരൊക്കെ ഭയന്നു കഴിഞ്ഞവരാണ്. അവർ ഊട്ടുമുറിയിലിരുന്നപ്പോൾ യേശു
അവരുടെ അടുക്കലേക്ക് വരികയാണ്. അത് വളരെ പ്രതീകാത്മകമായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഊട്ടുമേശ, ആഹാരം കഴിക്കുന്ന ഇടം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു സന്ദേശം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഉത്ഥിതനായ യേശുവാണ് ഈ ആഹാരം കഴിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നത്. വീണ്ടും നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ അല്പം നിരാശാബോധത്തോടുകൂടെ എമ്മൗസിലേക്ക് പോവുകയാണ്. ഉത്ഥിതനായ യേശു അവരോടൊപ്പം നടക്കുകയാണ്. ആദ്യം അവർ തിരിച്ചറിഞ്ഞില്ല. ഈ യാത്രയെയും വളരെ പ്രതീകാത്മകമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരാണ്, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രാവേളയിൽ ഉത്ഥിതനായ യേശു നമ്മോടൊപ്പമുണ്ട് എന്ന വലിയൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ യാത്രാവേളയിൽ. അപ്പോൾ ഊട്ടുമേശയുടെ ചുറ്റും നമ്മുടെ യാത്രാവേളയിൽ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, ശിഷ്യന്മാർ നിരാശാബോധത്തോടുകൂടെ, നിരാശാബോധം എന്ന് പറയുമ്പോൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിനോടൊപ്പം നടന്നതെന്ന് നമുക്കറിയാം. യേശു വലിയ രാജാവാകും, മഹത്വത്തോടെ വരുമ്പോൾ യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരുന്ന് എല്ലാവർക്കും ഭരിക്കാമെന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ, യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ, യേശുവിൻ്റെ കുരിശുമരണം എന്താ നൽകുന്ന സന്ദേശം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ശിഷ്യന്മാർ നിരാശാബോധത്തോടു കൂടിയാണ് പഴയ തൊഴിൽ മേഖലയിലേക്ക് പോവുക. അവർ തിബേരിയൂസ് തീരത്ത് പോവുകയാണ്, മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിനോടൊപ്പം നടന്നത്. പക്ഷേ യേശുവിൻ്റെ കുരിശുമരണം കണ്ടപ്പോൾ അവരാകപ്പാടെ നിരാശരായി. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി പഴയ തൊഴിലിലേക്കുള്ള മടങ്ങിപ്പോകലാണ് ഒരാശ്രയം എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ പഴയ മീൻപിടുത്തത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഉത്ഥിതനായ യേശു അവരുടെ അടുക്കലേക്കും വരുന്നു. അതും വളരെ പ്രതീകാത്മകമായിട്ടാണ് ഞാൻ കാണുന്നത്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഉത്ഥിതനായ യേശു ആഹാര പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്നു. രണ്ടാമതായിട്ട് യാത്ര ചെയ്യുന്നു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. നമ്മളുടെ യാത്രയിൽ ഉത്ഥിതനായ യേശു കൂടെയുണ്ട്. വീണ്ടും നമ്മൾ വിവിധ തൊഴിലുകളൊക്കെ ചെയ്യും. ആ തൊഴിൽ മേഖലയിലും ഉത്ഥിതനായ യേശു ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. ദൈവം നമ്മോട് കൂടെ എന്ന വലിയൊരു സന്ദേശം ക്രിസ്മസിന് നാം സ്വീകരിക്കുകയാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചങ്ങ് പോവുകയല്ല, മറിച്ച് കാലാകാലങ്ങളോളം ഉത്ഥിതനായ യേശു നമ്മോടൊപ്പമുണ്ട്. എന്നും യേശു ഇമ്മാനുവലാണ്, നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ചും 2025 ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന് അഭിസംബോധന ചെയ്തത്. ഈ ജൂബിലി വർഷത്തിൻ്റെ വലിയ തീമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണല്ലോ എഴുതപ്പെട്ടിരിക്കുക: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതെ, നിരാശയോട് കൂടെ കഴിഞ്ഞവർക്ക് ഉത്ഥിതനായ യേശു പ്രത്യാശ നൽകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യാം. ഈ അവസരത്തിൽ
പൗലോസിൻ്റെ ആ അനുഭവം കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ ആദ്യ പേര് സാവൂളായിരുന്നല്ലോ. സാവൂള് വലിയ യഹൂദ പണ്ഡിതനായിരുന്നു, ക്രൈസ്തവരെ പീഡിപ്പിച്ച ആളായിരുന്നു. പക്ഷേ ഉത്ഥിതനായ യേശുവിനെ അനുഭവിച്ചപ്പോൾ സാവൂള് പൗലോസായി മാറി. പൗലോസായി മാറിയതിന് ശേഷം യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം ഏവരെയും അറിയിക്കുവാനായിട്ടാണ് അദ്ദേഹം വെമ്പൽ കൊണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചുവെങ്കിലും, വേദനകളിലൂടെ കടന്നുപോയെങ്കിലും, പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഒരിക്കലും നിരാശനായില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുകയാണല്ലോ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാരുടെ ലേഖനത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്നുണ്ട്. യേശു ഉത്ഥാനം ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസത്തിനും ഒരു പ്രസക്തിയില്ല എന്ന് പറയുന്നുണ്ട്. അതുതന്നെ സൂചിപ്പിക്കുക, പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, തിമോത്തിയുടെ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഈ ഒരു ബോധ്യം, അപ്പോൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പൗലോസ് പറയുമ്പോൾ യേശു ക്രിസ്തുവിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രൈസ്തവ സമൂഹം ലോകമെമ്പാടുമുണ്ട്. ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും നല്ലൊരു ശതമാനം ക്രൈസ്തവരാണ്. ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് തുടങ്ങിയ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ സമൂഹം ഇന്ന് ഇത്രമാത്രം വ്യാപിക്കണമെങ്കിൽ ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം എത്രയോ മനുഷ്യരെയാണ് സ്പർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒത്തിരി പ്രശ്നസങ്കീർണമായ കാലങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് എല്ലാവരും പറയും. പക്ഷെ ഒരു കാര്യം നാം ഓർക്കുക, എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടവും അതിൻ്റേതായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്ന ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ഓരോ കാലഘട്ടത്തിലും പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് വിശുദ്ധന്മാർക്ക് പ്രചോദനമായത് ഉത്ഥിതനായ യേശു തന്നെയാണ്. ഈ കാലഘട്ടത്തിലും ഞാൻ പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിക്കുന്നില്ല. ഓരോ ദിവസത്തെയും പത്രം വായിക്കുമ്പോൾ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിലും നമുക്ക് ഉത്ഥിതനായ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാം. ഫ്രാൻസിസ് പാപ്പ നമ്മെ ഈ വർഷം പ്രത്യേകമായിട്ട് പ്രത്യാശയുടെ വർഷമായിട്ട് തന്നെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം മനുഷ്യജീവിതത്തെ വളരെയധികമായിട്ട് സ്പർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം ഏവരെയും അറിയിക്കുവാനായിട്ട് ആണ് പറയുക. ഏവരെയും സുവിശേഷം, നല്ല വിശേഷം അറിയിക്കുക. അതായത് നാം ആരും നിരാശരായിട്ട് കഴിയേണ്ടവരല്ല. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ദൈവരാജ്യമുണ്ടെന്നുള്ള വലിയ ഉറപ്പാണ് ഉത്ഥിതനായ യേശു നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട
ആദിമസഭ നമുക്കെപ്പോഴും പ്രചോദനമാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സഭ. എന്താണ് സഭ? സഭയ്ക്ക് വ്യത്യസ്തമായ വിശദീകരണങ്ങളൊക്കെ നൽകാം. സഭ കൂട്ടായ്മയാണ്, സഭ മിസ്റ്റിക്കൽ ബോഡിയാണ്. പല രീതിയിൽ പറയുമ്പോഴും ഒരു വലിയൊരു സന്ദേശം ഇതാണ്: ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ് ഹു ബെയർ വിറ്റ്നസ് ടു ദ റിസൺ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യരാണ് സഭ. അപ്പോൾ ഈ സഭയുടെ വളർച്ച വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ച സമൂഹം അവരൊരുമിച്ച് കൂടി, വിശ്വസിച്ച സമൂഹം ഒരുമിച്ച് കൂടി അവർ വീണ്ടും പ്രാർത്ഥിച്ചു, അവർ വചനം കേട്ടു, യേശുക്രിസ്തു നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ അവർ അയവിറക്കി. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ കൂട്ടായ്മയിൽ ജീവിച്ചു. അപ്പോൾ ആദിമസഭ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ച സമൂഹം അവർ ദൈവത്തിൻ്റെ വചനം കേട്ടു, അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു, അവരൊരുമിച്ച് ആരാധിച്ചു, അവർ പരസ്പരം പങ്കുവച്ചു, പരസ്പരം കരുതലുള്ള സമൂഹമായിട്ട് മാറി. അപ്പോൾ ഉത്ഥാനത്തിൻ്റെ ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഈസ്റ്റർ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ആദിമ സഭയുടെ ദൗത്യം, അതായത് ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു കുറവും ഇല്ലാതെ മറ്റുള്ളവരെ കരുതലോടെ നോക്കുക. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആദിമസഭ വലിയൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് വളർന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമ്മെ കൂട്ടായ്മയിലേക്ക് നയിക്കുകയാണ്. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹകരിച്ച്, പരസ്പരം കരുതലുള്ളവരായിട്ട് മാറുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയും: ഒരു വ്യക്തിയുടെ വേദന എൻ്റെ വേദനയായിട്ട് കാണുന്നത് കൂട്ടായ്മയുടെ ആധ്യാത്മികതയാണ്. ഒരു വ്യക്തിയുടെ വിജയം എൻ്റെ വിജയമായിട്ട് കാണുക, ഒരു വ്യക്തിയുടെ സന്തോഷം എൻ്റെ സന്തോഷമായിട്ട് മാറുക. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ച ആദിമസഭയിൽ നാം കാണുന്നതാണ്. ഈ കാലഘട്ടം ധാരാളം വെല്ലുവിളികൾ നേരിടുമ്പോഴും എൻ്റെ പ്രാർത്ഥന ഈ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളർന്നു വരണം എന്നതാണ്. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹകരിച്ച്, പരസ്പരം കരുതലുള്ളവരായിട്ട്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരിലേക്ക് പോയി, അതായത് നിരാശരായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു വന്നതുപോലെ നമുക്കും മറ്റുള്ളവരിലേക്ക് പോകുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് സാധിക്കണം. ഈസ്റ്റർ ദിനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വെറും ഒരു ദിവസത്തെ ആഘോഷമായിട്ട് മാറ്റേണ്ടതല്ല. പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിൽ എല്ലാ ഞായറാഴ്ചയും ഉത്ഥാനത്തിൻ്റെ അനുസ്മരണമാണ് നടക്കുക. ഓരോ ദിവസവും ഉത്ഥാന അനുഭവത്തിൻ്റെ ആ ഒരു സന്തോഷത്തെ നമുക്കുണ്ടാകണം. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നിരാശനായിട്ട് നടക്കേണ്ടവനല്ല, സന്തോഷത്തോടു കൂടിയാണ്. കാരണം എന്താണ്? യേശു ഉത്ഥാനം ചെയ്തു. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുമ്പോൾ കൂടുതൽ സേവനം ചെയ്യുവാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറണം. നമുക്കറിയാം, യേശു ഉത്ഥാനം ചെയ്തു. യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. ഉത്ഥാനം നൽകുന്ന ഊർജം. അപ്പോൾ ഈ ഊർജം നമുക്ക് സംഭരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് പോകണം. അപ്പോൾ അത് ഒരു നിരന്തരമായൊരു പ്രക്രിയയായിട്ട് മാറണം. തീർച്ചയായിട്ടും അതിന് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ
തീർച്ചയായിട്ടും പ്രചോദനം നൽകുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ വായന വളരെ പ്രധാനമാണ്. വായിക്കുന്നതോടൊപ്പം നമുക്ക് ഈ വായനയിലൂടെ, വചനത്തിലൂടെ ലഭിക്കുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, യേശു യുവാവായിട്ടാണ് പരസ്യജീവിതം ആരംഭിക്കുന്നത്. യേശു യുവാവായിട്ടാണ് നന്മ ചെയ്ത് കടന്നുപോയത്. യുവാവായ യേശു തന്നെയാണ് ഉത്ഥാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ യുവജനത തങ്ങളുടെ പ്രായക്കാരനായ യേശുവുമായിട്ട് ഒരു ബന്ധം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം പ്രത്യേകിച്ചും യുവത്വം എന്ന് പറയുന്നത് നന്മ ചെയ്യുവാനുള്ള വലിയൊരു അവസരമാണ്. യേശു മനുഷ്യനായിട്ട് അവതരിച്ചു. പരസ്യജീവിതം ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണല്ലോ, യുവാവായിട്ട്. ആ യുവത്വം എങ്ങനെയാണ് യേശു ചെലവഴിച്ചത് നമുക്കറിയാം. അതായത് രോഗികളോടുള്ള സമീപനം, സ്ത്രീകളോടുള്ള സമീപനം, കുഞ്ഞുങ്ങളോടുള്ള സമീപനം, വിശക്കുന്നവരോടുള്ള സമീപനം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. യേശു ഉത്ഥാനം ചെയ്തുകൊണ്ടും ശിഷ്യന്മാരോട് അടുക്കലേക്ക് വരുന്നത് വളരെ ശ്രദ്ധേയമാണല്ലോ. മനുഷ്യരുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു ആഹാരം കഴിക്കുന്ന ആ അവസരത്തിൽ വരുന്നു, യാത്ര ചെയ്യുമ്പോൾ കൂടെയുണ്ട്. അപ്പോൾ ഉത്ഥിതനായ യേശു എപ്രകാരം മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുവോ അതുപോലെ യുവാക്കളും ഏവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്തുവിനെ പോലെ ആകണം. ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ഏവരെയും പ്രചോദിപ്പിച്ചതുപോലെ നമുക്കും എല്ലാവർക്കും യേശുവിനെ നൽകുവാൻ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുമാർ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ ദിവസവും യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്നു, ധ്യാനിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് പ്രചോദനം നൽകുന്നു. യേശുവിൻ്റെ ഉത്ഥാനമാണ് ക്രൈസ്തവ സമൂഹത്തിന് ഊർജം നൽകുന്നത്. ഇന്ന് ഊർജം നൽകേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. നമുക്ക് ഉത്ഥിതനായ യേശുവിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രകാശമാകാം, പ്രത്യാശ നൽകാം. കത്തോലിക്ക സഭയിൽ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിലുള്ള പ്രവേശനം വളരെ അർത്ഥവത്താണ്. ക്രിസ്തുവിൻ പ്രകാശം എന്ന് ദീപം കത്തിച്ച്, മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് പോകുക. അതെ, ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറാം. ഉത്ഥിതനായ യേശു ലോകത്തിന് പ്രകാശമായി തീർന്നതുപോലെ നമുക്കോരോരുത്തർക്കും അന്ധകാരമയമായ ഒരു സാഹചര്യത്തിൽ കൈത്തിരിയായിട്ട് പ്രകാശഗോപുരങ്ങളായിട്ട് മാറാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.